കേരളത്തിലെ ഒരു ക്ലബിനെ കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ക്ലബിൻ്റെ പേര് AMMA എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അവീത അമ്മ അസോസിയേഷൻ എന്ന് വിളിക്കാവുന്ന ഒരു ക്ലബ്ബാണ്. നമ്മുടെതൊക്കെ ദൗർഭാഗ്യത്തിന് അതിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ വലിയ മികച്ച നടീനടന്മാരാണ്. പക്ഷെ അവരുടെ സ്വഭാവമൊന്നും അത്ര കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. കഥാപാത്രങ്ങൾ അവർ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് അതൊക്കെ നല്ല ആളുകളായിട്ട് നമുക്ക് തോന്നുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ കഴിഞ്ഞ AMMയുടെ മീറ്റിങ്ങിൽ തന്നെ വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അവരൊരു അഡ്ഹോക്ക് കമ്മിറ്റിയെ വെച്ചു. അന്നേരം ഞങ്ങളുടെ ഒന്നടങ്കം ഞങ്ങൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കുന്നു എന്ന് പറയുന്നൊരു പ്രസ്താവന പ്രസിഡൻറ്റ് വന്നൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പ്രസിഡൻറ്റ് വന്ന് നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള ഒരു രാജിക്കത്തൊന്നും കൊടുത്തില്ല. കാരണം ഇവർ ഇമോഷണലായി അത് പറയുകയും അവിടെ നിന്ന് ഉടനെ തന്നെ ഓടിക്കളയുകയുമാണ് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്കെതിരെ കണക്കുകളിൽ ചില അപാകതകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ കണക്കുകളൊക്കെ തന്നെ കൃത്യമായിട്ട് വെക്കേണ്ടതായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ തീരുമാനിച്ചു. ആ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ നേതാവായിട്ട് വന്നത് നമ്മുടെ പ്രിയപ്പെട്ട പിഷുവാണ്. അതായത് രമേഷ് പിഷാരടി എന്നെല്ലാവരും വിളിക്കപ്പെടുന്ന ഇപ്പോൾ പാലക്കാടിൻ്റെ MLA ആയിട്ടുള്ള ആളാണ്. സാധാരണ ഒരു കൊമേഡിയനാണ് അദ്ദേഹം. ഒരു ബോധം കെട്ട കോമഡികളൊക്കെ പറഞ്ഞ് ആളുകളെ രസിപ്പിക്കുന്ന ഒരാളുകളാണ്. അദ്ദേഹം നല്ല കലാകാരനാണ്, ആ കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറയുന്ന പല അഭിപ്രായങ്ങളും അത്രത്തോളമൊന്നും മച്യൂരിറ്റി ഇല്ലാത്ത അഭിപ്രായങ്ങളാണ് എന്നുള്ള കൂടി ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ ഇതായിട്ട് വന്നു. ഇന്നിപ്പോൾ അദ്ദേഹവും രാജിവെച്ചിരിക്കുകയാണ്. ആ രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ AMMയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്വേത എന്ന് പറയുന്ന നടി, അവർ ആ ശ്വേത കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ക്ലിപ്പ്, അവരുടെ കയ്യിൽ നിന്നായിരിക്കണം പുറത്തു വേണ്ടാവും, ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടു. അവരും പിഷാരടിയും കൂടി സംസാരിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ ഈ സംഘടന എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം അതിൽ പിഷാരടി പോലും സമ്മതിക്കുന്ന ഒരു കാര്യം ശരിയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് അഴിമതി നടന്നിട്ടുണ്ട്, ആളുകൾ കമ്മീഷൻ മേടിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ മിടുക്കുള്ളവർ പലതും മേടിച്ചിട്ടുണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് പറയുന്നു. അപ്പോൾ ശ്വേത പറയുന്നു, ഞങ്ങൾ ഒരു രൂപ പോലും എടുത്തിട്ടില്ല, അത് ഞങ്ങൾക്ക് തെളിയിക്കണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പിഷാരടി പറയുന്നു, വളരെ ക്ഷമയുള്ള ഒരാളാണ് കേട്ടോ അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നുകൊണ്ടും അവർ ഭരിച്ചുകൊണ്ടും നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അഡ്ഹോക്ക് കമ്മിറ്റിയുമായി സഹകരിച്ച് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കും. അപ്പോൾ ഞങ്ങൾ കൂടി അത് അത്തരത്തിൽ നിങ്ങൾ ഒരു അഴിമതിയും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് വലിയ ഗുണമായിട്ടുള്ള വരുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഈ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾ അഴിമതി നടത്തിയിട്ടില്ലെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ ആ സ്ട്രാറ്റജി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ആ വോയിസ് ക്ലിപ്പിലുള്ളത്. അതിലൊന്ന് ശ്വേത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ശ്വേതയെയും ബാക്കിയുള്ള ആളുകളെയും ബാബുരാജ്, അതുപോലെ തന്നെ മാലാ പാർവതി, ഇതുപോലെ അപ്പ ഹാജ, പിന്നെ അപ്പമില്ലാത്ത പുട്ടുഹാജ, അങ്ങനെ പല ആളുകളൊക്കെ ചേർന്ന്, സിദ്ദിഖ്, ഇതുപോലെയുള്ള നിരവധി ആളുകൾ ചേർന്ന് വളരെ അശ്ലീല കമൻറ്റുകളും വൃത്തികേടുകളൊക്കെ പറഞ്ഞ് 7 മണിക്കൂർ ഹരാസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മല്ലിക സുകുമാരൻ മൈക്കെടുത്തപ്പോൾ അതുപോലും തട്ടിപ്പറിച്ചിരുന്നു എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സിദ്ദിഖ്, ബാബുരാജ്, അപ്പ ഹാജ, പിന്നെ സാദിക്ക, ഇങ്ങനെ നിരവധി ആളുകൾ, കുറേ ഇക്കമാരും അതുപോലെ തന്നെ കുറേ ചേട്ടന്മാരും ഒക്കെ കൂടി ചേർന്ന് ഇവരെ അങ്ങേയറ്റം വൃത്തികേടുകൾ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്തത് രമേഷ് പിഷാരടി പറയുന്നത്, ഈ സംഘടനയിൽ വലിയ അഴിമതിയാണ്, ആളുകൾ മുഴുവൻ കമ്മീഷൻ പറ്റുന്നതാണ്, അതൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് രമേഷ് പിഷാരടി സമ്മതിച്ചു തരികയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഞെട്ടിച്ചത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഈ മാലാ പാർവതി, അതുപോലെ തന്നെ മായാ വിശ്വനാഥ്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് വലിയ അധിക്ഷേപ അശ്ലീല പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത്, ഇന്ന് ഇവരൊക്കെ തന്നെ വന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ആ പത്രസമ്മേളനത്തിൽ ഇവർ പറയുന്ന അടുത്ത വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ മ്യൂട്ട് ചെയ്തുകൊണ്ട് അവരത് പുറത്തു വിട്ടു, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലൊക്കെ കുറേ കാര്യങ്ങൾ പുറത്തു വിടാനുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഇവർ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ശ്വേത പറഞ്ഞൊരു കാര്യം, അവിടെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും വീഡിയോ ക്ലിപ്പുകൾ, അതുപോലെ വോയിസ് ക്ലിപ്പുകളൊക്കെ തന്നെ നിലവിലുണ്ട്. ആ വോയിസ് ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും ഒക്കെ നിലവിലുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വേണമെങ്കിൽ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും അവർ പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയി. ആ വോയിസ് ക്ലിപ്പിൽ തന്നെയുള്ളൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം, അൻസിബ ഹസനും അതുപോലെ ടിനി ടോമുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ രമേഷ് പിഷാരടി ഇടപെട്ടു എന്നുള്ളതും, ആ ഇടപെട്ടതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ പരാതി കൊടുത്തിട്ടുള്ള ഇത്രയും വൃത്തികേടുകളൊക്കെ പറഞ്ഞിട്ടുള്ള ടിനി ടോം പറയുന്ന വാചകം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ വക്കീൽ പറയുന്നത്, അൻസിബ ഹസൻ ഒരു മാപ്പെഴുതി കൊടുക്കണം, മാപ്പെഴുതി കൊടുക്കുന്നത് ഇനി ഞാൻ അങ്ങോട്ടൊന്നും പറയില്ല, കൂടാതെ ഇനി ഇങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് സന്തോഷമായിട്ട് നിൽക്കണമെന്ന് കൂടിയാണോ എന്ന് എനിക്കറിയില്ല, എന്താണെങ്കിലും അങ്ങോട്ടൊന്നും പറയില്ല എന്ന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ എഴുതി കൊടുക്കണമെന്നാണ്.
ഇതുപോലൊരു ക്ലബ്ബ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജോയ് മാത്യു പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹമൊക്കെ ഇത്രയും കാലം മിണ്ടാതിരുന്നത് എന്താണെന്ന് പക്ഷേ എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം, വിവരക്കേട്, അതുപോലെ തന്നെ മര്യാദയില്ലായ്മ, തമ്മിൽ കേസ് കൊടുക്കൽ, അവിഹിത വർത്തമാനങ്ങൾ, ഇങ്ങനെയുള്ള പേക്കൂത്തുകളൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം. അതെല്ലാം സന്തോഷിപ്പിക്കുന്നു, കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ കമ്മിറ്റിയുടെ അംഗമായിരുന്നു താങ്കൾ എന്നുള്ളത് കൂടി മറന്നുപോകരുത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായി ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾ അറിയേണ്ടത് ഉഷാ ഹസീന, അതുപോലെ തന്നെ നമ്മുടെ അൻസിബ ഹസൻ, പിന്നെ മായാ വിശ്വനാഥ്, ഈ പറയുന്ന മാല പാർവതി, മാല അല്ലെങ്കിൽ കമ്മൽ പാർവതി, ഇത്തരത്തിലുള്ള ആളുകൾ കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നു. ഇനി ഇതിലും വലിയ നിരവധി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങളൊക്കെ തന്നെ ആ പത്രസമ്മേളനം കേട്ടിട്ടുണ്ടാവും. ആ പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് ഞങ്ങളിങ്ങനെ അശ്ലീലമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ടോക്കുകളൊക്കെ പുറത്ത് പറയുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇതിൻ്റെ ഭാഗമായി ആദ്യത്തെ വിക്കറ്റ് തെറിച്ചിരിക്കുന്നു. അഡ്ഹോക് കമ്മിറ്റിയുടെ ഹെഡായിരുന്ന രമേഷ് പിഷാരടി രാജിവെച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ ശ്വേത വിളിക്കുന്നുണ്ട്, പിഷു 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 എന്ന് വിളിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു വെടിവെച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ആ വെടിവെച്ച യഥാർത്ഥത്തിൽ ആദ്യത്തെ വിക്കറ്റ് വീണിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഇവിടെ കടിച്ചു തൂങ്ങാനും ഈ ഭരണസമിതി തുടരാനുമാണ് വിചാരിക്കുന്നതെങ്കിൽ, കാരണം നിയമപരമായി അവർക്കിപ്പോഴും തുടരാനുള്ള അധികാരമുണ്ട്. കാരണം അതിൽ ജയൻ ചേർത്തലയും അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയയും അടക്കം 1-2 പേരെ രാജിക്കത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ജോയ് മാത്യു കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ആരും രാജിക്കത്ത് കൊടുത്തിട്ടില്ല. അപ്പം നിയമപരമായി യഥാർത്ഥത്തിൽ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് നിലനിൽക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർക്കിത് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യത ഈ പറയുന്ന ശ്വേത പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിൽ ശ്വേത ഇത് പരിശോധിക്കുമ്പോൾ അങ്ങനെ അവിടെ കടിച്ചു തൂങ്ങാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ സത്യാഗ്രഹം ഇരുന്നാൽ നിങ്ങൾ മറന്നു പോകരുത്, വേണമെങ്കിൽ ഒരു മനുഷ്യച്ചങ്ങല എന്നൊക്കെ പറയുന്ന പോലെ കൂട്ടപ്രാക്ക് നടത്താൻ ഉള്ള ഒരു ആളുകൾ അവരുടെ ഒപ്പം ഉണ്ട്. ആ അവരുടെ ഒപ്പമുള്ള ലക്ഷ്മിപ്രിയയ്ക്ക് എത്തും എന്നുള്ളത് ഞാൻ ഉഷാ ഹസീനയും മാലാ പാർവതിയൊക്കെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇനി ഇത് കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാവും. ഞാനൊക്കെ പലപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന എൻ്റെ ഇൻ്റർവ്യൂകൾ എടുക്കുന്ന ഒരു ചാനലാണ് ന്യൂസ് നോട്ട് എന്ന് പറയുന്ന ഒരു ചാനൽ. ആ ന്യൂസ് നോട്ട് എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു ക്ലിപ്പ് ഇന്നവർ ഉയർത്തിക്കാട്ടിയിരുന്നു. അത് നമ്മുടെ പത്മ എന്ന് പറയുന്ന ഒരു പഴയ BJPയുടെ കൗൺസിലറുണ്ട് പനമ്പള്ളി നഗറിൽ നിന്നുള്ള. അപ്പോൾ അവർ BJPയുടെ സംസ്ഥാന നേതാവ് കൂടിയാണ്. അവർ വന്നിട്ട് ആ ചാനലിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുള്ളൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൻ്റെ കാര്യങ്ങൾ കൂടി ഉയർത്തി കാണിച്ചിരുന്നു. അത് ഇവർ പറയുന്നതിലൊരു ന്യായമുണ്ട്. കാരണം 15 കോടി രൂപ അദാനി ഗ്രൂപ്പിൽ നിന്നും AMMAക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി ശ്വേതക്ക് കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്വേതയെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ശ്വേത വലിയ ഉയരങ്ങളിലേക്ക് എത്തും. ശ്വേത എന്ന് പറയുന്നത് സാധാരണ ഇന്നസെൻ്റൊക്കെ ഇരുന്നത് പോലെ തന്നെ 10, 20, 25 കൊല്ലം AMMയുടെ പ്രസിഡൻ്റായിട്ടിരിക്കും. ആ പ്രസിഡൻ്റായിട്ടിരിക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു പ്രകടനം നടത്തിയതും 5-8 പേർ കൂടി ചേർന്ന് ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചന നടത്തിയതും ഇവരുടെ കമ്മിറ്റിയെ ഒഴിവാക്കിയതും എന്നുള്ളതാണ് അന്ന് അതിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഡീൽ നടന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളിലെ ചില നേതാക്കന്മാർക്ക് എങ്ങനെ അറിയാം എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇത് കൂടാതെ BJPയുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ മേടിച്ചുവെന്നും അങ്ങനെ 2 കോടി രൂപ മേടിച്ചുകൊണ്ടാണ് 2020ക്ക് അഞ്ജലി നായരെയും അതുപോലെ ലക്ഷ്മി പ്രിയനെയും അതുപോലെ നിരവധി സ്ഥാനാർത്ഥികളെയും ഒക്കെ കൊടുത്തത് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം കൂടി കേൾക്കുന്നു. അപ്പോൾ ഇവർ ചോദിക്കുന്നൊരു കാര്യം, ഞങ്ങൾക്ക് അദാനിയുടെ പണം വേണ്ട, എന്തിനാണ് അദാനിയുടെ പണം എന്നാണ്. രണ്ടാമത്തത്, രാഷ്ട്രീയമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ശ്വേത മറുപടി പറയണം എന്നാണ്. അതുകൊണ്ട് ശ്വേത പിഷുവിന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ, തീർച്ചയായിട്ടും ഇനി അവരുടെ ഒരു പത്രസമ്മേളനം ഞാൻ കാത്തിരിക്കുന്നു മറുപടിക്ക് വേണ്ടി.